അസ്സലാമു അലൈക്കും. ഓർമ്മയിലൊരു നിലാവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. മുകളിൽ നിന്ന് വീഴുമ്പോൾ പരിക്ക് കൂടും. അതെ, ആ പരിക്ക് വലിയ പരിക്കായിപ്പോയി, ഉദ്ദേശിക്കാൻ പറ്റാത്തൊരു പരിക്കായിപ്പോയി. അപ്പോൾ അത് പരിക്കിന് കാത്തിരുന്നവരും വീഴ്ച കാത്തിരുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഫ്രീ അല്ല, സൗകര്യം വളരെ മാറ്റം വന്നല്ലോ. ഇനി അങ്ങോട്ടും വളരെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. പല കേസുകളും ഇപ്പോൾ തെളിയിക്കുന്ന ക്യാമറ ഇത് ആക്ച്വലി പറഞ്ഞൊരു തേർഡ് ഐ ആണ്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡുകളിലൊന്നായ കിങ് ഫഹദ് റോഡിൻ്റെ അരികിലാണ്, റിയാദിൽ മുറബ എന്ന സ്ഥലത്ത്. എന്നോടൊപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ അതിഥിയായിട്ട് വരുന്നത് കേരളത്തിന് വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയുടെ അറ്റത്ത് കായംകുളത്ത് നിന്നും എത്തുന്ന ശ്രീ നൗഷാദ് ബഷീറാണ്. നൗഷാദ് ബഷീർ ഏകദേശം 21 വർഷക്കാലമായിട്ട് ഇവിടെ പ്രവാസിയാണ്. നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലമില്ലെങ്കിൽ വീടില്ല, അടുക്കളയാണ്. അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഇവിടെ റിയാദിൽ കൊടുക്കുന്ന കൊളംബസ് എന്ന ആ വലിയ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ നൗഷാദുമായിട്ടുള്ള അഭിമുഖം ഇവിടെ ആരംഭിക്കുകയാണ്. വളരെ ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ഇസ്ലാം. ഞാൻ ഇതിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി റിയാദിലൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഞാൻ ഇത്രയും വലിയൊരു കടയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്, ഇവിടെ കൊളംബസ്. അത് മാത്രമല്ല, കടയുടെ ഒരു ഫർണിഷിങ്ങും കാര്യങ്ങളും വളരെ മനോഹരമായ A to Z അല്ലേ, കിച്ചന് വേണ്ടിയിട്ടുള്ള എല്ലാ നമ്മൾ ഹോട്ടല്, കോഫി ഷോപ്പ്, ബേക്കറി, ബുച്ചറി, അങ്ങനെ വലിയ പ്രൊജക്റ്റുകൾ, അങ്ങനെ കിച്ചണുമായി ബന്ധപ്പെട്ട് വരുന്ന കൊമേഴ്ഷ്യലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വീട്ടുപകരണങ്ങളും ഉണ്ട്. എങ്ങനെയായിരുന്നു കായംകുളത്ത് നിന്നുള്ള റിയാദിലോട്ടാണ് ആദ്യം യാത്ര? ദമാമിലേക്കാണ് വരുന്നത്. ജ്യേഷ്ഠനാണ് ദമാമിലേക്ക് വിസ എടുത്ത് കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ സമയത്ത് ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദമാമിൽ. ഈ ബിസിനസ്? അതെ, അദ്ദേഹമാണ് നമ്മുടെ ഗുരു. അത് ശരി. അദ്ദേഹത്തിൻ്റെ പേര് നവാസ് ബഷീർ. പാപ്പയുടെ പേര് ബഷീർ. വാപ്ചായും ആ സമയത്ത് ദമാമിലുണ്ട്. പാപ്പയും പ്രവാസിയാണ്? പ്രവാസിയായിരുന്നു. 23 വർഷക്കാലം പ്രവാസിയായിരുന്നു. പാപ്പ ഈ ബിസിനസ് തന്നെയായിരുന്നു? വാപ്പ ഈ ബിസിനസ് അല്ലായിരുന്നു. അല്ല, ജ്യേഷ്ഠം എന്നാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും ആ ഒരു ബന്ധം വിശ്വാസമാണ്. അതെ, ആ ഒരു ബന്ധം നിലനിർത്തി നമ്മൾ ഇതുവരെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു വാല്യൂ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുള്ളി എസ്റ്റാബ്ലിഷ്ഡാണ്. എന്നാൽ തന്നെ ഏതൊരു മനുഷ്യനും എത്ര ഉയർച്ച വന്നാലും വീണ്ടും ഒരു സ്വപ്നങ്ങളുണ്ടാവും. എന്താണ് സ്വപ്നം കാണുന്നത്? ഇനി സ്വപ്നം കാണുന്ന അത് സൗദി അറേബ്യയിൽ നമ്മൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തണമെന്നാണ് നമ്മുടെ ദുആയും പടച്ചവനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണമുണ്ട്. ബിസിനസ്സിൻ്റെ വളർച്ചയിൽ വെച്ച് ഒരു വീഴ്ചയുണ്ടായി. വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അഗാധമായ ഒരു വീഴ്ച. അവിടെ നിന്ന് ഇഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് വലിയ ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണെന്നൊരു തോന്നലുമൊക്കെ ഉണ്ടാകാനുള്ള കാരണം തന്നെ ആ വീഴ്ചയാണ്. ആ വീഴ്ചയിൽ നിന്നുള്ള കയറ്റത്തിൻ്റെ ഭാഗമാണിതെല്ലാം. ആ വീഴ്ച എന്നുള്ളത് നൗഷാദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതാണോ മറ്റുള്ളവരിൽ നിന്നുണ്ടായതാണോ? മറ്റുള്ളവരിൽ നിന്നുണ്ടായതാണ്. ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടു. അയ്യോ. ഈ പൊതുവേ ബിസിനസ്സുകാരെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, അവർക്ക് പറയാനൊരു ചരിത്രം വേണമെന്ന് പറയും. ബിസിനസ്സിനൊരു ചരിത്രം വേണം, ഒരാൾക്ക് അതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ചരിത്രം വേണം. അപ്പോൾ ആർക്കും ഏത് വലിയ ബിസിനസ്സുകാരെ, ഇപ്പോൾ ഹോണ്ടയുടെ ആണെങ്കിലും ടാറ്റയുടെ ആണെങ്കിലും ഇങ്ങനത്തെ അഡിഡാസിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും അവർക്കെല്ലാം ചരിത്രങ്ങളുണ്ട്. എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഞങ്ങൾ കൊളംബസിന് പറയാനും ചരിത്രമുണ്ട്. ആ വീഴ്ചകളിലാണ് ഞങ്ങളുടെ ചരിത്രം. ആ വീഴ്ചയിൽ നിന്ന് എങ്ങനെ ഉയരാം എന്നുള്ളതാണ് ഞങ്ങളുടെ
ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേക്കണം. ഇപ്പോൾ എഴുന്നേറ്റ ഏകദേശം ഇല്ല, എഴുന്നേറ്റുകൊണ്ടിരിക്കണം. അതെ, ആ ശൈശവ ദിശയിലാണ് ഞങ്ങൾ ഇഴയുകയാണ് ഇപ്പോൾ. പക്ഷേ ഞങ്ങൾ ഉയരും ഇൻഷാ അല്ലാഹ്. വീഴ്ച കാണാൻ കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച്, നമ്മൾ ഉയർച്ച അനുസരിച്ച് വീഴ്ചയ്ക്ക് ആഘാതം കൂടുമല്ലോ. ഉയർന്നതനുസരിച്ച് ആഴ്ച കൂടും. ആ ആഘാതം വലിയൊരു വീഴ്ചയായിപ്പോയി. മുകളിൽ നിന്ന് വീഴുമ്പോൾ പരിക്ക് കൂടും. അതെ, ആ പരിക്ക് വലിയ പരിക്കായിപ്പോയി, ഉദ്ദേശിക്കാൻ പറ്റാത്തൊരു പരിക്കായിപ്പോയി. അപ്പോൾ അത് പരിക്കിന് കാത്തിരുന്നവരും വീഴ്ച കാത്തിരുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് ആപ്റ്റ് പേരുണ്ട് കൊളംബസ്. അതാണ് നമ്മൾ കൊളംബസ് എന്നുള്ള പേരെടുത്തത്. അത് എപ്പോഴും ഒരു ബിസിനസ് സാമ്രാജ്യം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല പേരും നല്ലൊരു ലോഗോയും ഉണ്ടാകണമെന്നാണ് എൻ്റെ പണ്ടേ ഒരു കൺസെപ്റ്റാണത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് പറ്റിയത് പടച്ചോൻ ആ സമയത്ത് നമുക്ക് തന്നു. എന്തായാലും വൻ വിജയത്തിലോട്ട് വരട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റംസാൻ. അതെ, റംസാൻ ഇന്ന് 9 അല്ലേ? അതെ. ഇപ്പോൾ 10 ആയി തോന്നുന്നു, 12 മണിയായി അല്ലേ? താങ്ങുന്നു. അപ്പോൾ ഇപ്പോൾ റംസാന് ഉംറയ്ക്ക് പോയിട്ട് വന്നുള്ളൂ. അതെ, റംസാൻ്റെ ഓർമ്മകൾ ഒരുപാടുണ്ടാവും ഏതൊരു ഉണ്ടാവും ഇസ്ലാം മത വിശ്വാസിക്കും. അതെ, നാട്ടിലെ ഓർമ്മകൾ, ഇവിടുത്തെ ഗൾഫിൽ വന്ന വേറെ ഓർമ്മകൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാം. ഞങ്ങൾ പൊതുവേ പറയുന്നതെന്ന് പറഞ്ഞാൽ റംസാൻ സ്റ്റാർട്ടാകുമ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി 30 ദിവസത്തെ ഉത്സവമാണെന്നാണ്. അതെ. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഒരു ഉത്സവം തന്നെയാണ്. ബിസിനസ് മേഖലയിലാണെങ്കിലും ഏത് മേഖല നോക്കിയാലും അതൊരു സന്തോഷവും ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ ഇത്രയും വർഷക്കാലമായിട്ട് നാട്ടിൽ നമ്മൾ നോമ്പ് പിടിക്കാൻ നാട്ടിൽ പോയിട്ടില്ല. ഈ നോമ്പ് സമയങ്ങളിൽ നമ്മൾ നാട്ടിൽ നിന്നിട്ടില്ല. പ്രവാസി ആവുന്നതിന് മുമ്പ് നാട്ടിൽ പ്രവാസി ആവുന്നതിന് മുമ്പ് നമ്മൾ നാട്ടിൽ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് വലിയ ടഫായിട്ടായിരുന്നു തോന്നിയിരുന്നത്. ആ സമയവും ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് നോമ്പ് തോന്നാറുള്ളത്. ഈ രാജ്യത്ത് വന്നതിന് ശേഷമുള്ള എന്തോ പ്രത്യേകതയാകാം നമുക്കത്. വളരെ നല്ല അനുഭവങ്ങളാണ് സൗദി അറേബ്യയെ സംബന്ധിച്ച് നമുക്ക് നോമ്പ് നൽകിയിട്ടുള്ളത്. മനസ്സിന് ആ കുളിർമയാണെങ്കിലും ഈ പറയുന്ന ഏത് രീതിയിലും, ഇനി അത് ഭക്ഷണമാണെങ്കിലും നമസ്കാരമാണെങ്കിലും എല്ലാത്തിനും കുറച്ച് ഈമാൻ കൂടുതൽ ഈ രാജ്യത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അതിനോട് അടുപ്പം തോന്നുന്നു നമസ്കാരത്തിലെല്ലാം. എന്തായാലും നോമ്പിൻ്റെ ഇഫ്താറുകളിലൊക്കെ ഇഫ്താറുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഇഫ്താർ പരിപാടികളുണ്ട്. ഇവിടെ ഏത് സംഘടനയല്ല ആക്റ്റീവ്? അവിടെ OICCയിലാണ് ആക്റ്റീവായി നിൽക്കുന്നത്. വന്ന കാലം മുതൽ OICCയിലെ മെമ്പറാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഉണ്ട് ഇവിടെ, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഗ്ലോബൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. OICCയിലാണ്. അപ്പോൾ നമ്മുടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങണം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കും. അതെ, സൗദിയുടെ പുരോഗതി. അവർക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ ബിസിനസ്സിൽ നമ്മൾ സത്യസന്ധനാകാൻ ശ്രമിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇവിടെ മിഷനറികൾ ഒരുപാടുണ്ട്. മിഷനറികളൊക്കെ നമ്മൾ വിറ്റതിന് ശേഷം നമ്മളത് ഏറ്റെടുക്കാതെ, അല്ലെ നമ്മൾ ചെയ്യത്തില്ല, പണി ചെയ്യത്തില്ല എന്നുള്ളതല്ല. അത് എത്ര നാളെടുത്താലും മുഷിപ്പില്ലാതെ നമ്മളത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നാൽ പോരാ, ഇല്ല എന്തായാലും വന്നോ. അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാവശ്യത്തെ ഒരു കസ്റ്റമർ അല്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഒരു വാക്കിംഗ് കസ്റ്റമർ ഇവിടെ കുറവാണ്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമറാണ് അവസാനം വരെ. അവർ വളരുന്നതാണ് നമ്മുടെ വളർച്ച. ഓരോ സ്ഥാപനങ്ങളും അവർക്ക് ബ്രാഞ്ച് കൂടുന്നതനുസരിച്ച് നമ്മളും വളരും. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് നടക്കൂ. അപ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. വീട്ടിലെ മിസ്സസിനെ മക്കളെ കുറിച്ച് അവർ ഇവിടെ ഉണ്ട്. എൻ്റെ ബിസിനസ്സിൽ അവരെൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് ഷീജാമോൾ. ഭാര്യ ആണ് ഇവിടുത്തെ മെയിൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ട് വലിയ സപ്പോർട്ട്. അവർ ആ ഒരു വീഴ്ചയ്ക്ക് ശേഷമാണ് അവരൊക്കെ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുവരെ അവർ ഹൗസ് വൈഫായി ഒതുങ്ങി കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായ സമയത്ത് എനിക്ക് ഒരു വലിയ താങ്ങായിട്ട് നിന്നത് വൈഫ് തന്നെയാണ്. മക്കൾ 3 പേര്. മൂത്തയാൾ 14 വയസ്സ്, മോളാണ്. എന്താ പേര് മോളുടെ? ബയാൻ ഫാത്തിമ. രണ്ടാമത്തെ ആൾ ബയാസ് മുഹമ്മദ്, മകൻ. മൂന്നാമത്തെ ആൾ മിലാന റബിയ. എന്തിനു പഠിക്കുന്നവരൊക്കെ? ഒരാൾ ഇപ്പോൾ 9ലാണ്, രണ്ടാമത്തെ ആൾ 7, മൂന്നാമത്തെ ആൾ 3. എന്തായാലും ഒരുപാട് സന്തോഷം നൗഷാദിനെ പ്രേക്ഷകർക്ക് കൊണ്ട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഭയങ്കര തിരക്കുള്ള ആളാണ്. തിരക്കിനിടയിൽ പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞ തന്നെ മഹാഭാഗ്യം. ഒരുപാട് ഉയർച്ചകൾ ഇനി ഉണ്ടാകട്ടെ. സമയക്കുറവ് കൊണ്ട് നിർത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു 3-4 എപ്പിസോഡ് പോകാനുള്ള ചരിത്രം പറയേണ്ടി വരും. അപ്പോൾ വീഴ്ച വീണു, ആ വീഴ്ചയിൽ നിന്ന് കയറി കരകട്ടത്തിൽ തുടങ്ങി ഇനി കൂടുതൽ ഉയർച്ചയിലോട്ട് വരും. പർവ്വതങ്ങൾ കയറട്ടെ. എല്ലാ വിശ്വസും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. റിയാദിൽ നിന്ന് വീണ്ടും ഓർമ്മയിൽ ഒരു നിലാവ് എപ്പിസോഡ് ആരംഭിക്കുകയാണ്. റംസാൻ ഇന്ന് സൗദി അറേബ്യയിൽ 10 സംശുദ്ധിയുടെ, പരിശുദ്ധിയുടെ, ശുദ്ധീകരണത്തിൻ്റെ പരിശുദ്ധ റംസാനിൽ എന്നോടൊപ്പം ഇന്നത്തെ നമ്മുടെ അതിഥി എറണാകുളം ജില്ലയിൽ നിന്നാണ്. കലൂരിലെ SRN റോഡിൽ നിന്നും ബഷീർ കെ സൈനുദ്ദീൻ. കഴിഞ്ഞ 10-17 കൊല്ലക്കാലമായി റിയാദിൽ താമസിക്കുന്ന ബഷീറിൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ജീവിച്ചതും ജീവിച്ചു പോകുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതുമായ ഒട്ടേറെ വിശേഷങ്ങൾ. അദ്ദേഹത്തിനെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. സന്തോഷം കൂടുതലാണ്. കാരണം ഞാൻ റിയാദിൽ വന്നിട്ട് ഒരാഴ്ചയായി. ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടുകാരനെ കാണുന്നത്. നമ്മൾ ആലുവയും കല്ലൂരും വലിയ ദൂരമില്ല, 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 15-14 കിലോമീറ്റർ. SRN റോഡ് നമുക്ക് വളരെ സുപരിചിതമായൊരു സ്ഥലമാണ്. ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. ചെറുപ്പകാലത്ത് കുറച്ച് കറങ്ങിയ കാലമാണ്. അതെ അതെ. എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 21 വർഷത്തോളമായി. 21 വർഷമായി. അതെ. ഒരു ഓഫീസിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഓഫീസിലേക്ക് ഒരു വിസ വന്നപ്പോൾ അങ്ങനെ ഒരു വന്നതാണ്. അത് ശരി. അങ്ങനെ വന്നു. ഓഫീസിൽ ഒരു 3-4 വർഷം ഓഫീസ് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. എന്ത് ജോലിയായിരുന്നു? അതൊരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ഓഫീസായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു മസിൽ ഈജിപ്ഷ്യൻസ് ആയിരുന്നു കൂടുതലും. അവരുടെ വന്നു. നമ്മൾ ഭാഷയും കാര്യങ്ങളൊന്നും അറിയാത്ത സമയങ്ങളായിരുന്നു. ഏകദേശം 2000 ആ ടൈമായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചു. മെല്ലെ മെല്ലെ വന്നു പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകണം, തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ നമ്മൾ എറണാകുളത്തൊക്കെ ഇങ്ങനെയൊക്കെ പറ നടന്നിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ലോക്കായി അതുപോലെ. പിന്നെ പക്ഷേ ഇത് തന്നെ കുറച്ച് നല്ലതെന്ന് തോന്നി. സൗദി അറേബ്യയിലെ കാര്യങ്ങളൊക്കെ, സംസ്കാരം കാര്യങ്ങളും ദീനീയ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ എടുത്തു പറയാവുന്ന സവിശേഷത. അതിൽ നിന്ന് മാറി പോകാനേ പറ്റില്ല. മാറ്റാൻ പറ്റുന്ന കറക്റ്റായിട്ടുള്ള സംസ്കാരം കാര്യങ്ങളും. അതുപോലെ നമുക്ക് സമയം കിട്ടുന്ന പോലെ മക്ക മദീന പോയിരിക്കുക. പിന്നെ ചരിത്രം റസൂൽ നടന്ന സ്ഥലങ്ങൾ. അത് ഇവിടെന്ന് വെച്ചാൽ ഞാനിവിടെ മിക്കവാറും ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര, ഞങ്ങൾ 2-3 ഫാമിലി ഉണ്ട്. അവരുടെ ഈ ചരിത്ര സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് ഡ്രൈവിങ് വളരെ താല്പര്യമുള്ളവരുമുണ്ട്. ഇവരെയും കൂട്ടി ഇവരുടെ അവധി കുട്ടികളുടെ വെക്കേഷൻ ടൈമിൽ അങ്ങനെ യാത്ര പോകുന്നതാണ്. അപ്പോൾ എങ്ങനെ സൗദിയിലോട്ട് തന്നെ എത്തി? സൗദിയിലേക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വിസ വന്നപ്പോൾ ഞാനും അവനോട് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ആൻ്റണി, എൻ്റെ ഫ്രണ്ടാണ് ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ സമയത്ത് നമസ്കാരം കാര്യങ്ങൾ നിർബന്ധം. ഇത്രയും ഡെവലപ്ഡ് അല്ല. ഡെവലപ്പില്ല. ഒരു പഴയ ഒരു കാലഘട്ടമായിരുന്നല്ലോ. മൊത്തം ഒരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. കുറച്ച് ഫ്രീ ആയല്ലോ. സൗദിയിൽ വളരെ മാറ്റം വന്നല്ലോ. ഇനി അങ്ങോട്ടും വളരെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക്. ആദ്യം അപ്പോൾ ജോലി ചെയ്തു, പിന്നെ ബിസിനസ്സിലോട്ട് വന്ന എങ്ങനെ? അതെ. ബിസിനസ് എന്ന് വെച്ചാൽ ഒരു അങ്ങനെ ഒരു താല്പര്യം തോന്നി. എന്നാൽ പിന്നെ ഒരു ഇതിൽ നിന്ന് മാറിയൊന്ന് നമുക്കൊന്ന് വ്യാപാര രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഇതിലാണ് അങ്ങനെ ഇറങ്ങിയത്. അങ്ങനെ മെല്ലെ മെല്ലെ. ആദ്യം എന്താ ചെയ്തേ? നേരെ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇലക്ട്രിക്കൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇലക്ട്രിക്കലിൻ്റെ സെയിൽസിന് എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ മേഖലകളാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. അതൊക്കെ ഒന്ന് പഠിച്ചിട്ടാണ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷോപ്പായിട്ട് തുടങ്ങിയത്. അപ്പോൾ സൗദിയാണ് എൻ്റെ സപ്പോർട്ട്. സൗദി വെച്ചിട്ടാണ്. സൗദി മെയിനായിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ മാനേജിങ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾ. ഇനി പുതിയ സ്വപ്നം എന്താണ്? ഇനി ഇങ്ങനെ നിന്നാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം. സ്വപ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ പറ്റുമെങ്കിൽ പറയൂ. അതിൻ്റെ പിന്നെ ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ ഓൺലൈൻ ഒരു പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഓൺലൈനിലാണ് ഇപ്പോൾ സാധനങ്ങൾ ചെയ്യണം. അതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളോട് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നൂൺ പോലത്തെ ഒരു സംവിധാനം ഉണ്ടല്ലോ. നൂൺ അറിയാമല്ലോ, ഓൺലൈൻ നമ്മൾ നാട്ടിലെ കോട്ട എന്തൊരു അങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ്, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏറ്റവും പവിത്രമായ പരിശുദ്ധിയുടെ റംസാനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ പറഞ്ഞു സൗദിയിൽ നമ്മുടെ നാട്ടിൽ 9 ഇന്ന് നോമ്പ് 9, ഇവിടെ 10. അപ്പോൾ നോമ്പിൻ്റെ ഓർമ്മകളാണ് നമ്മുടെ ഈ ഓർമ്മയിൽ ഒരു നിലാവിലെ ഒരു പ്രധാന സെഗ്മെൻറ്റ്. നമ്മുടെ ചെറുപ്പകാലത്തുള്ള നോമ്പ്, ആദ്യം ഓർമ്മ വരുന്ന നോമ്പ്, വീട്ടിലൊരു അന്തരീക്ഷം, പാപ്പ ഉമ്മ അവരുടെ നിർബന്ധപ്രകാരമായിരിക്കും ബാല്യകാലത്ത് ആദ്യം നോമ്പ് പിടിക്കുക. ചെറുപ്പകാലത്ത് നോമ്പ് പിടിച്ചിട്ട് സ്കൂളിൽ പോകുന്നുള്ളത്
നല്ലൊരു ഇതായിരുന്നു. പോയിട്ട് വെള്ളം കുടിക്കുമോ? വന്നിട്ട് വെള്ളം ഇല്ല, അങ്ങനെ കുട്ടികൾ കുടിക്കാറുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. നോമ്പ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം പോകാനായിട്ട്. മറ്റുള്ളവർ വെള്ളവും മറ്റു അതർ കാസ്റ്റ് കുട്ടികളുണ്ടാവുമല്ലോ, അവർ ഈ ഉച്ച സമയത്ത് സ്കൂൾ വിടും ഐസ് ഫ്രൂട്ടും അതൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ കാണാറുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും പിള്ളേർ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയില്ല നോമ്പാണ്, ആ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ടുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കുറച്ചും കൂടി സാധാരണ ഏത് പ്രവാസിയായിട്ട് സംസാരിച്ചാലും എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്, ഞാൻ പ്രവാസി അല്ലാതെ തന്നെ പല കാര്യങ്ങളും ഇവിടെ വരുമ്പോഴൊക്കെ എന്നുവെച്ചാൽ ഇവിടെയാണ് നോമ്പ് പിടിക്കാനുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. അത് 100% ആവും. അത് ബഷീറിൻ്റെ കാഴ്ചപ്പാടിൽ എന്ത് തോന്നുന്നു? അതെന്താ അങ്ങനെ? എന്നുവെച്ചാൽ ഇവിടുത്തെ റമദാൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈമാനും ആ റമദാനോട് നമ്മളിപ്പോൾ കിടക്കുന്ന എന്നുവെച്ചാൽ സമയം നമുക്ക് ധാരാളം ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഇതിനെ മുൻതൂക്കം കൊടുത്തേക്കുന്നത് റമദാൻ്റെ ഇപ്പോൾ ഖുർആനോത്തായാലും ശരി, പള്ളിയിൽ പോയിരിക്കലായാലും ശരി. എന്തായാലും നോമ്പിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല, ഒരുപാട് നീണ്ടുപോകും. അതെ അതെ. എന്തായാലും ഇത്രയും സമയം വലിയ തിരക്കിനിടയിൽ ബഷീർ ഒരു നാട്ടുകാരനെ കണ്ട സുഖം എനിക്ക് വേറെ ഉണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ചാനലിലൂടെ ഇങ്ങനെ പറയാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞ പോലെ ഇനിയുള്ള പുതിയ മനസ്സിലുദിക്കുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓൺലൈൻ സംഭവം പറഞ്ഞല്ലോ, അതെല്ലാം ഭയങ്കര വിജയമാകട്ടെ, പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഒരുപാട് ആശംസകൾ നേരുന്നു. സ്നേഹം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാൻ കടന്നു പോവുകയാണ്. ഇന്ന് അറേബ്യയിൽ ആദ്യത്തെ 10 കഴിഞ്ഞു. ഞാൻ റിയാദിലാണ്, പരിശുദ്ധമായ മണ്ണിൽ. എന്നോടൊപ്പം 2 പാലക്കാടുകാരാണ്, ഒരാളല്ല 2 പേര്, ആത്മസുഹൃത്തുക്കൾ. ഷബീർ അലിയും അയ്യൂബും. ഗോൾഡൻ സെക്യൂരിറ്റി, റിയാദെന്നും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയിം. ഒരുപാട് പറയുവാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ അവർ നമ്മളോട് പങ്കിടും. ഒട്ടേറെ വർഷങ്ങളായി പ്രവാസികളായിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ഓർമ്മയിലും നിലാവിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലിയ സന്തോഷം. 2 പേര് പാലക്കാട് ജില്ല എന്നല്ലേ? പാലക്കാട് ജില്ല. നേരത്തെ നിങ്ങളെ സുഹൃത്തുക്കളാണ് 2 പേരും? നേരത്തെ അയൽവാസികളാണ്. ആ, ഇവിടെ വന്ന് കൂടുതൽ അടുപ്പായി, അടുപ്പം കൂടി. ഞങ്ങൾ തുടക്കം കുറിച്ചാൽ 2015 ജനുവരിയിലാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം വന്ന അയ്യൂബ് ഒരുപാട് ഞാൻ കുറെ 10-25 വർഷത്തോളമായി. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അത് ഞാനൊരു പരസ്യ കമ്പനിയാണ്, അഡ്വർടൈസിങ് ഫീൽഡിലായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് വലയങ്ങൾ കംപ്ലീറ്റും ഈ IT സംബന്ധമാണ്. നെറ്റ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക്, ഹാർഡ്വെയർ നെറ്റ്വർക്കാണ്. അപ്പോൾ IT സൊല്യൂഷനാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ CCTVയുടെ ഇതും. അപ്പോൾ അവർ ഇവൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് കൂടി. ഫ്രീലാൻഡായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രീലാൻഡ് കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ഷോപ്പ് ഇടാൻ എടുത്തു. ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ CCTV ഇക്യൂഷൻ വേൾഡ് വൈഡ് ചൈനയുടെ പ്രൊഡക്റ്റാണ്, വേൾഡ് വൈഡാണ്. ഞങ്ങൾ ഇക്യൂഷൻ്റെ ഒരു ഡീലർഷിപ്പ് എടുത്തു. അവിടുന്ന് അങ്ങനെ ഈ ഷോപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സിയാബ് തങ്ങളാണ്, അസാദിക്കരി സിയാബ് തങ്ങളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ബർക്കത്തോണ്ട് അങ്ങനെ പോകുന്നു. ഇപ്പം ഞങ്ങൾക്ക് 6ഓളം ഷോപ്പ് ഉണ്ട്. സന്തോഷം. നമ്മളിപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് സംസാരം. നോമ്പിന്റെ ഓർമ്മകൾ വേണം. ഓർമ്മയിൽ നിലാവുന്ന ഈ പരിപാടിയിൽ 2 പേരുടെ അതെ ചെറുപ്പത്തിലുള്ള നോമ്പ് അതിനെ കുറിച്ച് 2 വർഷം. സ്വത്തിലെ നോമ്പെന്ന് വെച്ചാൽ ദാരിദ്ര്യമുള്ള നോമ്പാണ്. നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ ദാരിദ്ര്യമുള്ള നോമ്പാണ്. നോമ്പ്, ഓണം, വിഷു എല്ലാം കൊണ്ടും നമുക്ക് ദാരിദ്ര്യം. നമ്മളെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചുറ്റും അതാണ്. നമുക്ക് ഓണം പെരുന്നാളെന്നില്ല, എല്ലാം നമ്മൾ ആഘോഷിക്കും. എല്ലാവരും നമുക്ക് വേണം. ഇപ്പം നമ്മുടെ ഷോപ്പിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പം ഞങ്ങൾ 2 മുസ്ലിമാണെന്ന് കൊണ്ടല്ല, എല്ലാവരും ഉണ്ട്. അവിടെ എന്തുണ്ട്, ഇപ്പോഴും അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നാട്ടിലേക്ക് നമ്മളിവിടെ പുതിയൊരു ഷോപ്പിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ നമ്മൾ പറയാണ്ട് പൊളിറ്റിക്സ് പാടില്ല, മതവും പാടില്ല. നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ടത് എഴുതാൻ പാടില്ല. വന്ന് യൂസ് ചെയ്യാം. നമ്മളിവിടെ എല്ലാവരും റൂമിലെല്ലാവരും ഒരേപോലെ. അപ്പോൾ പെരുന്നാളിന് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ 2 പേർക്ക് നോമ്പാണ്. അവർ ഹിന്ദുവാണ്. അവർ 2 പേർക്ക് നോമ്പാണ്. മിക്ക ആൾക്കാരും നോമ്പെടുക്കും. എല്ലാവരും നോമ്പാണ്. അവർ നോമ്പാണ്. അവർ ഇഫ്താർ പരിപാടി പോകാറുണ്ട്, വരാറുണ്ട്.
നേരെ ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും. നിങ്ങൾ ചെറുപ്പക്കാർ തന്നെ, നിങ്ങളിവിടെ വളരെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ്. ചെറുപ്പക്കാർക്ക് പറയാനെന്ന് വെച്ചാൽ ഇപ്പോൾ സൗദിയിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നു വെച്ചിരിക്കുകയാണ്, ഓപ്പൺ. അപ്പോൾ അത് നിങ്ങൾ ആ ലൈസൻസും മറ്റുള്ളതും എടുക്കുമ്പോൾ അതിൻ്റേതായ ആൾക്കാരടുത്ത് പോയിട്ട് എടുക്കുക. സർട്ടിഫൈഡ് ഇത് ചെയ്തു തരുന്ന ആൾക്കാരടുത്ത് പോയി എടുക്കുക. ബിസിനസ് പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി അത് പ്രാക്ടിക്കലായി പഠിക്കാൻ നോക്കുക. ചെയ്യുന്ന പൈസ പോകാതെ നോക്കാൻ കുറച്ചും കൂടി പ്രാക്ടിക്കലായി പഠിക്കാൻ നോക്കുക. മാർക്കറ്റിൻ്റെ പൾസ് അറിയുക. ഒരുപാട് അവസരങ്ങൾ, സർവീസ് മേഖല, അതേപോലെ മാനുഫാക്ചറിങ്ങിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സപ്പോർട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ലൈസൻസിൽ തന്നെ കുറേ കാറ്റഗറികളുണ്ട്. അപ്പോൾ ആ കാറ്റഗറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചൂസ് ചെയ്തിട്ട് നല്ല അതിൻ്റെ പ്രൈസ് കുറച്ചിട്ടും കൂടിയിട്ടും ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി അനുസരിച്ച് എടുക്കുക. നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ബിസിനസ് ഇല്ല. ധൈര്യമായിട്ട് വരാം. പൈസ പോകില്ല, ചീറ്റ് ചെയ്യില്ല. അത് എന്തായാലും വലിയൊരു സന്തോഷമുണ്ട്. കാരണം വളരെ തിരക്ക് പിടിച്ച രണ്ടുപേരാണ്. പിടിച്ചിങ്ങനെ നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ സൗമ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വലിയ സന്തോഷം. രണ്ടുപേരെ ഈ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കട്ടെ. പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും. നാം ഇന്ന് റമദാൻ മാസത്തിൻ്റെ നോമ്പുകളുടെ പുണ്യകാലമായ റമദാൻ മാസത്തിലെ നോമ്പുകളുടെ ഒരു ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നാം മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട പല കാര്യങ്ങളിൽ നിന്നുണ്ട്. ഒന്ന്, നമ്മുടെ സൃഷ്ടാവിനോടുള്ള നമ്മുടെ നന്ദി പറച്ചിലാണ്. അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഏതൊരവസരത്തിലും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. അവന് ദുഃഖങ്ങളുണ്ടാവാം, അവന് സന്തോഷം വരാം, അവന് പ്രയാസങ്ങളുണ്ടാവാം. എന്ന് പറഞ്ഞാലും നീ നൽകുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നു, അൽഹംദുലില്ലാ എന്നുള്ള വാചകമാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തിൻ്റെ ജീവിതമാണ്. വളരെ സമ്പന്നനായിരുന്നു അദ്ദേഹം. ഖുർആനിൽ മാത്രമല്ല ബൈബിളിലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തിനെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബ് അല്ലെങ്കിൽ അയ്യൂബ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സമ്പന്നനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെട്ടു. പ്രയാസങ്ങൾ അനുഭവിച്ചു, കഷ്ടതകൾ അനുഭവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മുട്ടുകുത്തി അദ്ദേഹം സൃഷ്ടാവായ റബ്ബിനോട് പ്രാർത്ഥിച്ചത് കാരുണ്യവാനായ റബ്ബേ എന്നുള്ളതല്ല, എനിക്ക് പ്രയാസങ്ങളുണ്ടെന്നുള്ളതല്ല, നീ എനിക്ക് നൽകി, നീ എന്നിൽ നിന്നത് എടുത്തു, അൽഹംദുലില്ലാ എന്നുള്ളതാണ്. ഏതൊരു അവസ്ഥയിലും സൃഷ്ടാവിനോടുള്ള ആത്മസമർപ്പണം കൂടിയാണത്. ഈ റമദാൻ മാസത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തിൻ്റെ ജീവിതചര്യയിൽ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹവും സൃഷ്ടാവുമായിട്ടുള്ള സ്നേഹബന്ധം, സംവാദം, അദ്ദേഹവും സൃഷ്ടാവുമായിട്ടുള്ള ആത്മസമർപ്പണം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തിൻ്റെ ജീവിതചര്യ നമുക്കും മനസ്സിലാക്കാം. തീർച്ചയായിട്ടും എന്നും നമ്മുടെ സൃഷ്ടാവിനോട് നന്ദിയുള്ളവരാകാം. അൽഹംദുലില്ലാ എന്ന് 1000 വട്ടം പറയാം. ഓർമ്മയിൽ ഒരു നിലാവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നാളെ എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.